പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 55-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാം വാക്യം. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. നമ്മിൽ പലരും പലപ്പോഴെങ്കിലും സങ്കടങ്ങൾ അനുഭവിച്ചവരാണ്. ആ സങ്കടങ്ങൾ പലപ്പോഴും നാം വളരെ വേദനിപ്പിക്കാറുണ്ട്. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ സങ്കടങ്ങൾ അറിയുവാൻ എനിക്ക് ആരുമില്ല. എന്നാൽ ദൈവഭക്തനായ ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതുന്നു, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ, ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ഹല്ലേലൂയ. തൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങിയ ദാവീദ് ദൈവസന്നിധി മുട്ടുമടക്കി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ തൻ്റെ സങ്കടം ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. തൻ്റെ സങ്കടത്തിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. ഹല്ലേലൂയ. അവൻ വളരെ ഉറപ്പ് പ്രാപിച്ചിട്ട് പറയുകയാണ്, അതിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയരെ, ഇതിലും വലിയ ഉറപ്പ് എന്താണ് നമുക്ക് വേണ്ടത്? നിന്റെ സങ്കടങ്ങൾ അറിയുന്ന, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം നിനക്കായി ഇന്നും സ്വർഗത്തിലുണ്ട്. കഷ്ടവും സങ്കടവും വേദനകളും അനുഭവിച്ച ഹല്ലേലൂയ അനേകം വ്യക്തികളെ നമുക്ക് തിരുവചനത്തിലൂടെ ദർശിക്കുവാനായി കഴിയും. എന്നാൽ അവിടെയെല്ലാം ദൈവം അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അവരുടെ വേദനകൾ മാറ്റി ദൈവം ജയത്തോടെ അവരെയെല്ലാം വഴി നടത്തി. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിന് 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ നാം വളരെ സങ്കടങ്ങൾ അനുഭവിച്ച, ഒറ്റപ്പെടുത്തലുകൾ അനുഭവിച്ച, ഒരിക്കലും പുറത്തു പോകാൻ കഴിയാതെ 12 വർഷമായി തീരാ ദുഃഖത്തിൽ ജീവിക്കുന്ന ആ രക്തസ്രാവക്കാരിയ സ്ത്രീയുടെ അടുക്കലേക്ക് ഒന്ന് പോകാം. അവൾ പറയും, 12 വർഷമായി ഞാൻ സങ്കടം അനുഭവിക്കുന്നു. എൻ്റെ മുതലെല്ലാം ഞാൻ വൈദ്യന്മാർക്ക് കൊടുത്തു, ആർക്കും എന്നെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൾ പറയുകയാണ്, യേശുവിൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അവൾ വിശ്വാസത്തോടുകൂടി ആ സ്റ്റെപ്പ് അവൾ എടുത്തു. അവൾ യേശു അവളെ സംബോധന ചെയ്തത് ഹല്ലേലൂയ ഒരു വാക്കുകൊണ്ടുമാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോകാം. യേശുവിനറിയാം 12 വർഷമായി അവൾ സങ്കടക്കടലിലാണ്. ശരിക്കും അവൾക്ക് ഉറക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും അവളുടെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവളുടെ സങ്കടത്തെ അറിഞ്ഞ് അവൾക്ക് സമാധാനം നൽകി അവൾക്ക് സൗഖ്യം പ്രദാനം ചെയ്ത യേശു ഇന്നും നമുക്കായി ജീവിക്കുന്നു. പ്രിയരെ, നിന്റെ സങ്കടങ്ങൾ എന്തു തന്നെയാവട്ടെ, നിന്റെ മക്കൾ നിന്റെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കും, നിനക്ക് ആശ്വാസമായി ആരും നിനക്കില്ലെന്ന് വന്നാലും നിന്റെ സങ്കടങ്ങൾ അറിയുന്ന, നിന്നെ സമാധാനം നൽകി നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന ഒരു യേശു നിനക്കായി ഉണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടി സ്റ്റെപ്പ് എടുക്കുക, ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദൈവം നിന്നെ സഹായിക്കും. നിന്റെ ഏത് പ്രശ്നത്തിനും ഹല്ലേലൂയ, നിന്നെ തളർത്തുന്ന ഏത് സങ്കടത്തിൽ നിന്നും വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. 2 ശമൂവേൽ 22-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിച്ചാൽ നമുക്ക് ഇപ്രകാരം കാണുന്നു, എൻ്റെ കഷ്ടത്തിൽ ഞാൻ യഹോവയെ വിളിച്ചു, എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു, അവൻ എൻ്റെ മന്ദിരത്തിൽ നിൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി എൻ്റെ ചെവികളിലെത്തി. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടവും സങ്കടവും വേദനയും ഒക്കെ കടന്നു വരാം. എന്നാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമുക്ക് ശക്തിയും ബലവും ഒക്കെ നൽകി നമ്മെ ഹല്ലേലൂയ നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. ഈ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം, ധൈര്യപ്പെടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. God bless you.